നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. UDFന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമോ എന്നുള്ള ചെറിയ പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. അതാണ് ഈ വയസ്സന്മാരായ നേതാക്കൾ അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തലക്കിടിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനും PJ കുര്യനും VM സുധീരനും അടക്കമുള്ള വൃദ്ധ നേതൃത്വം സീറ്റിനായി തലക്കിടി കൂടുകയാണത്രേ. ഇവരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചാൽ പിന്നെ ഭരണം കിട്ടിയാൽ മന്ത്രിയാക്കേണ്ടി വരും. കുര്യനും മുല്ലപ്പള്ളിയുമൊക്കെ കേന്ദ്രത്തിൽ നിരവധി വർഷം മന്ത്രിമാരായിരുന്നവരാണ്. VM സുധീരനാകട്ടെ കേരളത്തിൽ മന്ത്രിയും സ്പീക്കറുമായിരുന്നു, KPCC അധ്യക്ഷനായിരുന്നു, പാർലമെൻറ്റ് അംഗമായിരുന്നു. എന്നാൽ അവർക്കാർക്കും ഇനി സ്ഥാനങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള ആ ഒരു മനോഗതി ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഈ പ്രായം ചെന്ന നേതൃത്വത്തെ വരും തവണ നിയമസഭയിലേക്ക് അവതരിപ്പിച്ചാൽ അത് തന്നെ മതി കോൺഗ്രസിൻ്റെ കട്ടയും പണവും മടങ്ങാനെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. VM സുധീരൻ തൃശ്ശൂരിലെ മണലൂരിൽ നിന്നും, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടിയിൽ നിന്നും, PJ കുര്യൻ തിരുവല്ലയിൽ നിന്നുമൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നു എന്നാണ് കോൺഗ്രസിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഈ വൃദ്ധ നേതൃത്വം തന്നെ കോൺഗ്രസിനെ തകർക്കും, തുലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് ചെറുപ്പക്കാർ പലരും പറയുന്നത്. 4-5 ദശാബ്ദങ്ങളായി അധികാര സോപാനത്തിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഈ നേതാക്കൾ വീണ്ടും ഈ 80 വയസ്സിലും 82 വയസ്സിലും നിയമസഭയിലേക്ക് മത്സരിച്ച് മന്ത്രിമാരാവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണത്രേ. കൊള്ളാവുന്ന ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുത്ത് അവരെ വിജയിപ്പിക്കാൻ നോക്കുന്നതിന് പകരം ഇത്തരം കടൽക്കിഴവന്മാരെ കെട്ടിയിറക്കിയാൽ പിന്നെ കോൺഗ്രസിൻ്റെ പൊടി പോലും ഉണ്ടാകില്ല വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമെന്നാണ് പല നേതാക്കളും രഹസ്യമായി പറയുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴേ അസംതൃപ്തരാണ്. പല യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുണ്ടാകുമോ എന്ന് നിശ്ചയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കമ്മിറ്റിയിലും ഇപ്പോൾ ജനീഷിൻ്റെ കമ്മിറ്റിയിലുമൊക്കെ ഇരിക്കുന്ന പലർക്കും മത്സരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ ഈ വയസ്സൻ പട കയറി വന്നാൽ പിന്നെ എങ്ങനെ തങ്ങളൊക്കെ മത്സരിക്കുമെന്ന ഭീതിയിലാണ്, ആശങ്കയിലാണ് യുവ നേതൃത്വം. ഇവരൊക്കെ വന്നു കയറിയാൽ പിന്നെ ഇവരെയൊക്കെ തോൽപ്പിക്കലല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ മുല്ലപ്പള്ളിയോടും കുര്യനോടും VM സുധീരനോടുമൊക്കെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് നമ്മൾ അറിയുന്നത്. ഇവർ മത്സരിച്ചാൽ ആ സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമത്രേ. പക്ഷേ സീറ്റ് പിടിച്ച് പിന്നെ ഭരണം കിട്ടിയില്ലെങ്കിൽ ഇവർ നിയമസഭയിൽ MLA ഇരിക്കേണ്ടി വരും. പാർലമെൻറ്റിലൊക്കെ പല വർഷങ്ങൾ പറന്ന് കളിച്ചവരാണ് ഇവരൊക്കെ. എന്നിട്ട് അവസാനം ഒന്നുമില്ലാതായപ്പോൾ, ഡൽഹിയിൽ ഇപ്പോൾ ഗ്രൗണ്ട് ഇല്ലാതായപ്പോൾ പതിയെ കേരളത്തിലേക്ക് വന്ന് ഇനി ഇവിടെ നിയമസഭയിൽ പറ്റിക്കൂടാനും ഭരണം കിട്ടുമെങ്കിൽ മന്ത്രിമാരാകാനുമൊക്കെയാണ് ഇവർ ശ്രമിക്കുന്നത് അത്രേ. ഇതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കോപാകുലരാക്കുന്നത്. ഇത്തരം ആളുകളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ പിന്നെ പിണറായിയും CPM പാട്ടും പാടി ജയിക്കുമെന്നാണ് പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. വൃദ്ധ നേതൃത്വത്തെ എറണാകുളത്ത് ഡൊമിനിക് പ്രസൻറ്റേഷനെ പോലെയുള്ളവരൊക്കെ മത്സരിക്കാൻ വീണ്ടും കച്ചകെട്ടുകയാണത്രേ. അതുപോലെ പല ജില്ലകളിലും പ്രായം ചെന്നവർ, തലമുതിർന്നവർ, തലനരച്ചവർ, കഴിഞ്ഞ 40 വർഷമായി അധികാരത്തിൻ്റെ ഭാഗമായിരുന്നവർ, MMSN തിരുവനന്തപുരത്തു നിന്നൊരു മണ്ഡലം മത്സരിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ നിരവധി ആളുകൾ 40-45 വർഷമായി MLA-മാരും MP-മാരും കേന്ദ്രമന്ത്രിമാരുമായൊക്കെ ഇരുന്നവർ വീണ്ടും മത്സരിക്കാനായി കച്ചകെട്ടി ഇറങ്ങുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കാര്യം ഇനി പറയാനില്ലെന്ന് തന്നെയാണ് പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഈ വയസ്സൻ പടയെ അണിനിരത്തിയാൽ അതുമതി പിണറായിക്ക് 3ാം ഭരണം കിട്ടാൻ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ഭംഗ്യം തരേണ്ട സൂചിപ്പിക്കുന്നത്. 14 ജില്ലകളിലും മത്സരിക്കാൻ ഇത്തരം കടൽക്കിഴവന്മാർ തയ്യാറെടുക്കുന്നു എന്നുള്ള പരാതി കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുണ്ട്. അതിനുള്ള എതിർപ്പും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുണ്ട്. ഏതായാലും ഇവരൊക്കെ നിന്നാൽ ജയിക്കുമെന്ന മിഥ്യാബോധത്തിൽ ഈ നേതാക്കളെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണത്രേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം.